ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ വിശ്വസ്തത എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസ്തത ആത്മാവിൻ്റെ ഫലമാണ്. വിശ്വസ്തത ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം വിശ്വസ്തനാണ്. ദൈവസഭയും വിശ്വസ്ത ഹൃദയമുള്ളവരായിരിക്കാൻ, ജീവിതമുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. ദൈവത്തിൻ്റെ വിശ്വസ്തത ഇല്ല എങ്കിൽ, വിശ്വസ്തനായ ദൈവം മനുഷ്യനോട് കൂടെ ഇല്ല എങ്കിൽ അവൻ രക്ഷ പ്രാപിക്കാനോ ഈ ലോകത്തു നിന്ന് ജയം പ്രാപിച്ചു പോകാനോ സാധിക്കുകയില്ല. അതിന് കാരണം ദുഷ്ടനെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താനാണ്. പാപത്തിന് ശേഷം ലോകത്തിൽ ജനിക്കുന്ന ഏത് മനുഷ്യനും, യേശുക്രിസ്തു ഒഴികെ മനുഷ്യജന്മത്തിൽ ജനിക്കുന്ന ഏവനും ദുഷ്ടൻ്റെ അധീനതയിലാണ് ജനിക്കുന്നതും വളരുന്നതും പ്രവർത്തിക്കുന്നതും. ഇതിൽ ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ മുന്നറിവിൽപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് ജനിക്കാൻ ഇടയാകുമ്പോൾ അത് അപ്പോൾ തന്നെ ശത്രുവിനറിയാം. അതിൻ്റെ കാരണം ഒരു സ്ത്രീ ഗർഭാവസ്ഥയിലേക്ക് വരുമ്പോൾ, ഒരു തലമുറയെ, ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ആ മനുഷ്യജന്മത്തിലേക്ക് വരുന്നത് ശത്രുവിൻ്റെ പക്ഷക്കാരാകാം, ദുഷ്ടൻ്റെ പക്ഷക്കാരാകാം, ദൈവത്തിൻ്റെ പക്ഷക്കാരുമാകാം. യൂദ ഒരു പിശാചാണെന്ന് യേശു പറഞ്ഞു. യേശു ദൈവപുത്രനാണെന്ന് നാം പഠിക്കുന്നു. എന്നാൽ ഗർഭത്തിൽ ജനിക്കാൻ സമയത്ത് അതിൽ ജനിക്കുന്നത് ദൈവത്തിൻ്റെ പക്ഷക്കാരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, ശത്രുവിൻ്റെ പക്ഷക്കാരായിരിക്കാൻ ശത്രു ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പക്ഷക്കാരായി തീരണമെങ്കിൽ അതിന് വ്യവസ്ഥയുണ്ട്. ശത്രുവിൻ്റെ പക്ഷക്കാരായി തീരണമെങ്കിൽ അതിനും വ്യവസ്ഥയുണ്ട്. ഏത് പക്ഷക്കാരാണെങ്കിലും അവൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം അതിനുള്ള വ്യവസ്ഥകളെ പരിശോധിക്കുന്നു. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവുമാകും. ഉദരഫലം എന്ന് പറയുന്നത് പ്രതിഫലം ആയിട്ട് മാത്രമേ കൊടുക്കൂ. പ്രതിഫലം എന്ന് പറയുന്നത് അവർക്ക് ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കുന്നത് പ്രതിഫലമായിട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അവൻ ചെയ്ത എന്തോ പ്രവൃത്തി, ഇല്ലെങ്കിൽ അവൻ അർഹിക്കുന്ന എന്തോ കാര്യം, ഇതാണ് പ്രതിഫലമായിട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നതിൻ്റെ സാരം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രജയെ കൊടുക്കണമെങ്കിലും പ്രതിഫലമായിട്ടേ കൊടുക്കൂ, ശത്രുവിൻ്റെ പ്രജയെ കൊടുക്കണമെങ്കിലും പ്രതിഫലമായിട്ടേ കൊടുക്കൂ.
ശത്രുവിൻ്റെ പ്രജയെ കൊടുക്കണമെങ്കിൽ, ശത്രുവിൻ്റെ പ്രജ എന്ന് പറയുമ്പോൾ യൂദ ശത്രുവിൻ്റെ പ്രജയാണ്, പിശാചിൻ്റെ പക്ഷക്കാരനാണ്. ആ പ്രജയെ യൂദയുടെ അമ്മയുടെ ഗർഭത്തിൽ കൊടുക്കാനുണ്ടായ കാരണം 109 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകരുതേ, അവൻ്റെ പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ. അവൻ്റെ അമ്മയിൽ വ്യക്തമായ സാരമായ ദൈവത്തിൻ്റെ മുമ്പാകെ ഉള്ള പാപമുണ്ട്. അതുപോലെ അവൻ്റെ പിതാക്കന്മാരുടെ തലമുറയിൽ ദൈവത്തോടുള്ള ദ്രോഹവും പാപവും കിടക്കുന്നുണ്ട്. അതേ അവകാശത്തിലാണ് ശത്രു ഇന്ന് ആ സ്ത്രീയുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ദൈവത്തിന് ആ സ്ത്രീക്ക് അവർ മാനസാന്തരപ്പെട്ട് അതിന് ക്രമീകരണം വരുത്തി കഴിഞ്ഞാൽ അതിന് ഒരു ദൈവിക പ്രജയെ പ്രതിഫലമായിട്ട് കൊടുക്കണമെന്നുണ്ട്. എന്നാൽ ശത്രു സകല വിധത്തിലും അവകാശം പറഞ്ഞ് പോരാടിക്കൊണ്ട് അവൻ്റെ തെളിവുകൾ നിരത്തുമ്പോൾ ദൈവത്തിൻ്റെ നീതി അതിനനുവദിക്കേണ്ടി വരുന്നു. അങ്ങനെ ശത്രുപക്ഷക്കാരനായ ഒരു പ്രജയെ യൂദയുടെ അമ്മയുടെ ഗർഭത്തിൽ കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ദൈവത്തിനുള്ളതാണോ അല്ലയോ എന്ന് അറിയാമെന്നുള്ളതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ദൈവത്തിൻ്റെതല്ല എന്ന് കണ്ടപ്പോൾ, ശത്രുവിൻ്റെ പ്രജയാണെന്ന് അറിയുന്ന ദൈവം ആ സമയത്ത് മുതൽ ഒരു മനുഷ്യ ജന്മത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ സഹായങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് ചെയ്തു കൊടുക്കും. എന്നാൽ ആ വ്യക്തിയുടെ ആദിയോടൊന്നമായ കാര്യത്തിൽ ഇടപെടുകയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു, ഇത് ഗർഭത്തിൽ തന്നെ ദൈവം കൈയൊഴിയും, കാരണം അത് ദൈവത്തിൻ്റെ പ്രജയല്ല എന്ന്. ആ കാരണം കൊണ്ട് അവന് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ട സൗകര്യം കൊടുക്കില്ല എന്നില്ല. എല്ലാ സൗകര്യങ്ങളും ദൈവത്തിൻ്റെ പ്രജയ്ക്ക് കൊടുക്കുന്നത് പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും അവർക്കും കൊടുക്കും. ഇനി ദൈവത്തിൻ്റെതല്ലാന്ന് വെച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് കർത്താവിനെ ആരാധിപ്പാൻ വരണ്ട എന്ന് പറയില്ല. അവൻ ദൈവത്തിൻ്റെതല്ല എങ്കിലും അവൻ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ആരാധിക്കാൻ വന്ന 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളായി തീരണമെങ്കിൽ അത് ചെറിയ കാര്യമല്ല. ദൈവം അത് ചെയ്തു. കാരണം ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന് കാണിക്കേണ്ടതിന്. അങ്ങനെ ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലാത്ത ദൈവം അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും. അവര് വളരാനും ലോകത്ത് ജീവിക്കാനും വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കും. ഇതിനുശേഷം ഇവരാകട്ടെ ഈ ലോകത്തിൽ ജനിച്ച് ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കും. അവർ ഒരിക്കലും കുറ്റമറ്റ ഒരു ജീവിതം അവരെ കൊണ്ട് സാധിക്കില്ല. അവർ എത്ര മാത്രം നന്മ അനുഭവിച്ചാലും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കും. യൂദയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഭക്തനായി തീർന്ന്, ശുശ്രൂഷകനായി തീർന്ന് ആ മഹാപദവി 12 കർത്താവ് പറഞ്ഞതാണ്. യൂദ പിശാചാണെന്ന് പറയുന്നതിന് മുമ്പേ തന്നെ കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ 12 പേരും, അതായത് ശിഷ്യന്മാർ 12 പേരും യൂദയടക്കം ഇസ്രായേൽ ഗോത്രം 12നെയും പുനരുദ്ധാനത്തിൽ ന്യായവിധി ദിവസത്തെങ്കിൽ സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കും. ഇത് പറഞ്ഞ കൂട്ടത്തിൽ യൂദയുണ്ടായിരുന്നു. കാരണം ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. എന്നാൽ അവൻ അതിൽ നിൽക്കാൻ സാധിച്ചില്ല. അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവൻ തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ സ്ഥാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ പോകേണ്ടുന്ന സ്ഥലം വേറെയാണ്. അവൻ കർത്താവിനോട് കൂടെയും ദൈവരാജ്യത്തിൽ ശ്രേഷ്ഠമായ സ്ഥലത്തേക്കൊന്നും അല്ല അവൻ പോകേണ്ടത്. അവൻ പോകേണ്ടുന്ന സ്ഥാനം ഒരുക്കി വച്ചിരിക്കുകയാണ് നേരത്തെ. അങ്ങനെ പോകണമെങ്കിൽ ഈ ലോകത്തിൽ അവൻ്റെ ജീവിതം അവസാനിക്കണമെങ്കിൽ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, ഒരു അനർത്ഥം അവന് ഭവിക്കണം.
അനർത്ഥം അവന് ഭവിക്കണമെങ്കിൽ ആ അനർത്ഥത്തിന് തക്കവണ്ണം ഒരു പ്രവൃത്തി അവൻ ചെയ്തിരിക്കണം. ആ പ്രവൃത്തി അനർത്ഥത്തിന് തക്കവണ്ണം ഒരു പ്രവൃത്തി അവൻ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താൻ അവനിൽ അവകാശം പറഞ്ഞ് കയറി പ്രവർത്തിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവനിൽ അടിസ്ഥാനപരമായൊരു പാപം ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അത് വ്യവസ്ഥയുമാണ്. അങ്ങനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന യൂദ നമ്മൾ മുൻപ് കേട്ടതുപോലെ തന്നെ ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു. ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. ജനനം മുതൽ ഇവൻ തെറ്റി നടക്കുന്നവനാണ്, ഭോഷ്ക് പറയുന്നവനാണ്, കള്ളനാണ്. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് കളവാണ്. അതിൽ അവൻ വളർന്നു വന്നു. എന്നാൽ ഒരു സമയമായപ്പോഴേക്കും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമൊക്കെ വന്നു. കർത്താവിനെ അറിഞ്ഞപ്പോൾ, കർത്താവിനെ കണ്ടപ്പോൾ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമൊക്കെ വന്നു. അവൻ യഹൂദനാണ്. അപ്പോൾ യഹൂദന് ന്യായപ്രമാണമൊക്കെ കുറേയൊക്കെ അറിയാം. അവിടെ വേറൊരു ചോദ്യം ഉദിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ എന്തുകൊണ്ട് ദുഷ്ടന്റെ പ്രജ വന്നു? അവിടെയും നമ്മൾ ഓർത്തുകൊള്ളണം, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. അത് ദൈവസഭയിലായിരുന്നാലും ജാതികളുടെ ഇടയിലായിരുന്നാലും ആരുടെ ഇടയിലായിരുന്നാലും ഒരു ദൈവത്തിൻ്റെ പ്രജയോ ദുഷ്ടനോ ജനിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതിൻ്റെതായ പ്രവൃത്തികൾ, ജീവിതം ഉണ്ടായിരിക്കും. ഒരു ശ്രേഷ്ഠമായ കർത്താവിൻ്റെ ദാസന്റെ ഭവനമാണെങ്കിലും ആ ദാസൻ വഴി തെറ്റിക്കഴിഞ്ഞാൽ, ആ മനുഷ്യൻ ദൈവത്തോട് ദ്രോഹം ചെയ്താൽ അവന് പ്രതിഫലമായി കിട്ടുന്ന പ്രജയെന്ന് പറയുന്നത് ദുഷ്ടൻ്റേതായിരിക്കും. അങ്ങനെയാണ് ദൈവസഭയിൽ ദുഷ്ടൻ നിറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ദുഷ്ടൻ ദൈവസഭയിൽ യഹൂദന്മാരുടെ ഇടയിൽ കടന്നു, യേശുവിൻ്റെ ശിഷ്യനായി. എന്നാൽ അവനവൻ്റെ പണി നിർത്തിയില്ല. അവൻ വന്നുപെട്ട പ്രവൃത്തി എന്ന് പറയുന്നത്, അവൻ വന്നുപെട്ട പണി എന്ന് പറയുന്നത് പണം സൂക്ഷിപ്പുകാരനാണ്. യേശു തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിവിധ ഇടങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ അതിനുവേണ്ട സാമ്പത്തിക കാര്യങ്ങൾ ചെലവ് ചെയ്യാൻ വേണ്ട സാമ്പത്തിക സംവിധാനം ചെയ്യുന്നത് യൂദയാണ്. അതിനുവേണ്ടി പണം സമ്പാദിക്കണം, അത് ശേഖരിക്കണം, അത് ചെലവഴിക്കണം. ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്യണം. എന്നാൽ അപ്പോഴും അവൻ്റെ പണി അവൻ നിർത്തിയില്ല. അവൻ ഈ വരുന്ന പൈസയിൽ നിന്ന് തനിക്കുള്ളത്, തൻ്റെ ആവശ്യത്തിനുള്ളത് എടുക്കും. അങ്ങനെ അവൻ കള്ളനാണ്. ആ പ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട്, ഇത് അവൻ്റെ സ്വമേധാപാപമാണ്. സ്വമേധാപാപം അല്ലെങ്കിൽ മുറുകെ പറ്റുന്ന പാപം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് എത്ര ശ്രമിച്ചാലും മാറിപ്പോകാത്തതാണ്. അത് മാറിപ്പോകണമെങ്കിൽ, അതായത് ഒരു മനുഷ്യനിൽ നിന്ന് അവൻ്റെ സ്വമേധാപാപം നീങ്ങിപ്പോയാൽ അവൻ പുതിയ ഒരു ജന്മമാണ്, പുതിയ ജീവിതമാണ്. ഇത് ലഭിക്കുന്നത് ക്രിസ്തുവേശ്വരുള്ള വിശ്വാസത്താലാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി അത്രേ. അങ്ങനെ കർത്താവിൽ വന്നു പുതിയ സൃഷ്ടിയായി തീർന്നു. ഒരു പുതിയ സൃഷ്ടിയായിത്തീരാൻ ദൈവം അതിന് അവസരം കൊടുത്തു. എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ വന്നു കാര്യങ്ങളെല്ലാം നടന്നുവെങ്കിലും പുതിയ സൃഷ്ടിയായി തീർന്നു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവൻ്റെ പണി നിർത്തിയിട്ടില്ല. പുതിയ സൃഷ്ടിയായി തീർന്നാൽ ഒരിക്കലും സ്വമേധാപാപം മനസ്സോടെ ചെയ്യില്ല. സ്വമേധാപാപം ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല, അത് മനുഷ്യനിലുണ്ട്. സ്വമേധാപാപം സന്തോഷത്തോടു കൂടി മനഃപൂർവ്വം ചെയ്യില്ല. എന്നാൽ യൂദ അത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏറെ നാൾ ജീവിച്ചു. അതിടയ്ക്കെല്ലാം അതിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ട് വരുന്നു. ഒരിക്കൽ യേശുവിനെ തൈലം പൂശിയ മറിയ
ആ, യൂദ അതിൽ നിരസം കാണിച്ചു. കാരണം ഇത്രയും ഈ സ്വച്ഛ ജഡമാംസി എന്ന് പറയുന്ന ഈ തൈലം, ഈ സുഗന്ധ തൈലം വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നറിയോ? 300 വെള്ളിക്കാശ് കിട്ടും. 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ ലക്ഷങ്ങളാ. അത്രയും വിലയുള്ള ആ സുഗന്ധ തൈലം ഇത് വിറ്റ് കഴിഞ്ഞ് ആ കാശ് കൊണ്ട് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് യൂദ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ തന്നെ അതിന് ചുവടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇതാണ്: ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായതുകൊണ്ടല്ല, പിന്നെയോ അവൻ കള്ളനായതുകൊണ്ടും പണസഞ്ചിയിൽ ഇട്ട് വന്നത് അവൻ എടുത്തു വന്നതുകൊണ്ടുമാണ് അത് പറഞ്ഞത്. അപ്പോൾ അവൻ ഇത് പറഞ്ഞതിന്റെ കാരണം കള്ളന, അതുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് ദൈവാത്മാവ് പ്രത്യേകിച്ച് എഴുതിയിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവന്റെ ജീവിതം ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവൻ അവന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന്റെ സമയമായി. ഇവൻ ജനിച്ചപ്പോൾ തന്നെ, ഇവന്റെ അമ്മ ഗർഭം ധരിക്കുമ്പോൾ തന്നെ ശത്രു തൻ്റെ പ്രജയെ അവളുടെ ഉള്ളിൽ കൊടുക്കാനായി അവകാശം പറഞ്ഞ് ദൈവം അത് അനുവദിച്ചു കൊടുത്ത പ്രജയാണ്. ഈ പ്രജ ഈ പ്രജ ഇന്ന് ലോകത്തിൽ ജീവിച്ച് കർത്താവിന്റെ ശിഷ്യനായി തീർന്നു. എന്നാൽ അവൻ അവൻ ഈ ലോകത്ത് ജനിക്കുമ്പോൾ തന്നെ അവൻ അനർത്ഥത്താൽ, ദുഷ്ടൻ അനർത്ഥത്തിൽ മരിക്കും. അത് കഴിഞ്ഞ് അവൻ പോകേണ്ട ഒരു ഇടമുണ്ട്. ആ പോകേണ്ട ഇടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്കല്ല, നാശത്തിലേക്കാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ അവൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തി എന്ന് പറയുന്നത് അവന്റെ സ്വമേധാ പാപത്തെ ആധാരമാക്കിയിട്ടായിരിക്കണം. അതാണ് ഒരു ദൈവത്തിന്റെ പൈതൽ ക്രിസ്തുവേശുവിൽ കർത്താവിന്റെ അടുക്കൽ വന്നതിന് ശേഷം അവന്റെ സ്വമേധാ പാപവും മുറുകെ പറ്റുന്ന പാപവും അവനിൽ നിന്ന് വിട്ടുമാറുന്നില്ല എങ്കിൽ ആ വിഷയത്തിൽ അവനെ അവസാനിപ്പിക്കാനായിട്ട് ശത്രു ശ്രമിക്കും. ഒടുവിൽ സമയമായപ്പോൾ അവൻ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ, ഒറ്റുകൊടുക്കാൻ അവന്റെ ഹൃദയത്തിൽ സാത്താൻ തോന്നിച്ചു. അപ്പോൾ സാത്താൻ യൂദയുടെ ഹൃദയത്തിൽ തോന്നിക്കണമെങ്കിൽ അതിനുള്ള സ്വാധീനം വേണം. അങ്ങനെ ഹൃദയത്തിൽ തോന്നിച്ചതിന്റെ കാരണം, യൂദയ്ക്ക് അതിന് മനസ്സ് വന്നതിന്റെ കാരണം, അതിന് ഞാൻ അവനെ കാണിച്ചു തരാം, നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് ചോദിച്ചു. അങ്ങനെ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. ഉടയവനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്തു. അപ്പോൾ ഓർക്കണം, ഈ ദ്രവ്യാഗ്രഹം അവനെ സംബന്ധിച്ച് അവന്റെ മുറുകെ പറ്റുന്ന പാപമാണ്, സ്വമേധാ പാപമാണ്. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ, കർത്താവിനെ അറിയുന്നതിന് മുമ്പേ അവനിൽ കിടന്നതാണ്. കർത്താവിന്റെ അടുക്കൽ വന്നിട്ടും അത് നീങ്ങിപ്പോയിട്ടില്ല. ഇതെല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ശൗല് കർത്താവിന്റെ അടുക്കൽ വന്നു, അഭിഷേകം പ്രാപിച്ചു, കർത്താവ് അവന് പുതിയ ഹൃദയം കൊടുത്തു. പക്ഷെ ഇതെല്ലാമായിട്ടും അവന്റെ പഴയ സ്വഭാവം മാറിയില്ല. എന്താണ് അവന്റെ പഴയ സ്വഭാവം? ബഹുജനത്തെ മാനിച്ച് ദോഷം ചെയ്യും. അതായത് ആരെല്ലാം എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, അതിനേക്കാളെല്ലാം ബഹുജനത്തിന്റെ വാക്കിന് അവൻ വില കൽപ്പിക്കും. അതായത് 4 പേര് നിൽക്കുമ്പോൾ അവൻ അപമാനിക്കപ്പെട്ടാൽ അത് അവന് ഏറ്റവും വലിയ ദുഃഖമുള്ള കാര്യമാണ്. അതുകൊണ്ട് ബഹുജനത്താലുള്ള മാനം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വമേധാഭാവമാണ്. അതിനുവേണ്ടി കാക്ഷിക്കുക എന്നുള്ളത്. അവനോട് കർത്താവ് പറഞ്ഞു, ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തു. നിന്നിലുള്ള അഭിഷേകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അമാലേക്കരെ
ഈ ഭൂമിയുടെ ആകാശത്തിന് കീഴിൽ നിന്നും ഇല്ലാതാക്കി കളയണം. ഇതാണ് ദൈവം ഈ അഭിഷേകം നിനക്ക് തരുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അങ്ങനെ അവരോട് ദയവ് തോന്നാതെ, അവരോട് കരുണ തോന്നാതെ സകലത്തിനെയും ഇല്ലാതെയാക്കി പ്രവർത്തിക്കാനായിട്ട് കൽപ്പന കൊടുത്തു. അവൻ ആ കൽപ്പനയും കേട്ടോണ്ട് അങ്ങ് പോയി. പോയ വഴിയിൽ, അവൻ ആ കൽപ്പനയും കേട്ടുകൊണ്ട് പോയ വഴിയിൽ സന്ദർഭം വന്നപ്പോൾ ബഹുജനം, ഇസ്രായേൽ ജനം എല്ലാം ഒരുമിച്ച് കൂടിയതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു, സകലതിനെയും നശിപ്പിച്ച് കളയണ്ട. അതിൽ കൊഴുത്തതുണ്ട്, നല്ല ആരോഗ്യമുള്ളതുണ്ട്, പുഷ്ടിയുള്ളതുണ്ട്, അതിനൊക്കെ വെറുതെ കൊല്ലണ്ട, കർത്താവിന് യാഗം കഴിക്കാം. അങ്ങനെ പറഞ്ഞ് അവരെ ജനം പറഞ്ഞു കേട്ടപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന എല്ലാത്തിനെയും നിർമ്മൂലമാക്കി കളയണമെന്നാണെങ്കിലും ഈ വാക്കിൻ്റെ മുമ്പിൽ എതിര് പറയാൻ കഴിഞ്ഞില്ല. ഏത് വാക്കിൻ്റെ? ജനത്തിൻ്റെ. കാരണം ജനത്താലുള്ള മാനമെന്ന് പറയുന്നത് ശൗലിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം അതിനാൽ തന്നെയാണ് അവൻ മരിച്ചത്. അഭിഷേകം പ്രാപിച്ചിട്ടും കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടും എന്തെല്ലാം വന്നിട്ടും ഇത് മാറിപ്പോയില്ല. അവൻ ജനത്തെ അനുസരിച്ചു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ശമൂവേൽ ചോദിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദൈവത്തിന് ദുഃഖമായി നിന്നെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ശൗല് പറഞ്ഞു, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ചതിനാൽ ഞാൻ ദൈവത്തോട് പാപം ചെയ്തു പോയി. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിനേക്കാൾ ജനത്തിൻ്റെ വാക്ക് കേട്ട് ജനത്തെ ഭയപ്പെട്ട് ജനത്തിൻ്റെ വാക്കനുസരിച്ച്, ഇതാണ് ശൗല് ചെയ്ത തെറ്റ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് അവൻ്റെ സ്വമേധാപാപമാണ്. അതിനാൽ അവൻ്റെ രാജ്യത്വം പോയി. അതിനാൽ അവൻ യഹോവയോട് ദോഷം ചെയ്തു. അതിനാൽ അവൻ ഗിൽബോവ പർവ്വതത്തിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് വാളിന്മേൽ വീണു. അവൻ്റെ ശുശ്രൂഷ തികയാത്തത് നിമിത്തം അമാലേക്കിൻ്റെ വാളാൽ അവൻ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരം ദുഷ്ടൻ യൂദ പോകാൻ സമയമായപ്പോഴേക്കും കർത്താവിനെ ഒറ്റുകൊടുത്ത് 30 വെള്ളിക്കാശ് തൂക്കി മേടിച്ചു. തുടർന്ന് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു എന്നറിഞ്ഞു. ഇത് കണ്ടപ്പോൾ അവൻ അനുതപിച്ചു. മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. അവർ കൈയൊഴിഞ്ഞു. ആ പണം മന്ദിരത്തിൽ എറിഞ്ഞു. കെട്ടിഞ്ഞാന്ന് ചത്തുക. അവിടെയും കിടന്നില്ല, കയറ് പൊട്ടി താഴ്ത്തു വീണു, കുടലെല്ലാം തുറിച്ചു. ഇത് അവൻ്റെ അവസാനമായിരുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരം ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന മനുഷ്യർ ധാരാളമാണ്. ശത്രു ഇങ്ങനെ മനുഷ്യനെ അവകാശം പറഞ്ഞ് ലോകത്തിൽ ജനിപ്പിച്ചതിന് ശേഷം അവൻ്റെ ഉള്ളിൽ സ്വമേധാ പാപത്തെ കൊടുത്ത് ശത്രുവിൻ്റെ ഇഷ്ടം അവനെ കൊണ്ട് ചെയ്യിച്ച് ഒടുവിൽ അവൻ്റെ പ്രവൃത്തി പൂർത്തിയായി കഴിയുമ്പോൾ അവനെ തൻ്റെ പ്രാണൻ രക്ഷപ്പെടത്തക്കവണ്ണം ഒരവസ്ഥയിലേക്ക് പോകാതെ വണ്ണം അനർത്ഥത്തിൽ വീഴിക്കത്തക്കവണ്ണം അവനെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്ത് ദോഷത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഇത്രയും ചിന്തിച്ചത്, ഇത്രയും സംസാരിച്ചത് മനുഷ്യൻ ദൈവത്തിൻ്റെ അല്ലാത്ത, ദൈവം മുൻകണ്ടിട്ടില്ലാത്ത മനുഷ്യനെ ഈ ലോകത്തിൽ ജനിക്കാൻ അനുവദിക്കുകയും അവൻ അവസാനം എന്തായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നാം പഠിച്ചത്. ഇതിൻ്റെ മധ്യത്തിലാണ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ജീവിതം. ആ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയും ചിന്തിച്ചതുപോലെ ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായി ഗർഭത്തിൽ വരുമ്പോൾ ശത്രു അവകാശം പറഞ്ഞു. ആ അവകാശത്തിനൊന്നും കർത്താവ് വിട്ടുകൊടുക്കാതെ
ആ സ്ത്രീയിൽ തൻ്റെ പ്രജയെ കൊടുക്കാൻ ദൈവം വിധിച്ചുവെങ്കിൽ അവിടെ മുതൽ അവിടെ മുതൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും ഗർഭം മുതൽ നിന്നെ വിളിച്ചവനും എന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ, ഉദരത്തിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ചവൻ, ജനനത്തിങ്കൽ എന്നെ വേർതിരിച്ചവൻ, ബാല്യം മുതൽ എനിക്ക് ദൈവമായിരിക്കുന്നവൻ, തക്ക സമയത്ത് തൻ്റെ വചനത്തെ വെളിപ്പെടുത്തുന്നവൻ, ഇങ്ങനെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ജനനത്തിനും അവരുടെ വളർച്ചയ്ക്കും അവരുടെ സംരക്ഷണത്തിനും ഒരു പ്രത്യേക സംവിധാനം ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ സംവിധാനം എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും ജനിക്കുന്നത് പാപജഡത്തിലാണ്. പാപജഡത്തിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനിലും ജഡപ്രകാരം ദോഷം നിലനിൽക്കുന്നുണ്ട്. അതായത് ഇവനിലുമുണ്ട് സ്വമേധാപാപം. മുറുകെ പറ്റുന്ന പാപം ഇവനിലും ഉണ്ട്. കാരണം ശത്രുവിൻ്റെ കീഴിലാണ് ജനിച്ചിരിക്കുന്നത് എന്ന കാരണത്താൽ ഗർഭം മുൻകണ്ടിട്ടുള്ള ദൈവം മുൻകണ്ടിട്ടുള്ള ആ പ്രജയാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശത്രുവിൻ്റെ പരമാധികാരത്തിൽ പെടുന്നില്ല എങ്കിലും അവൻ്റെ ജഡപ്രകാരം അവൻ്റെ ജഡത്തിൽ കൂടിയുള്ള സ്വാധീനത്താൽ അവൻ്റെ പ്രാണനെ ഇവൻ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ്റെ പ്രാണനിൽ ഈ സുമേധാപാപം അവൻ അയച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വരുന്ന ഈ പാപം എല്ലാവർക്കും ഉണ്ട്, വിശ്വാസികൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ദൈവം മുൻകണ്ടിട്ടുള്ളവർക്കും ഉണ്ട്. ദാവീദിനുണ്ടായിരുന്നു, അബ്രഹാമിനും ഉണ്ട്, ഇസ്ഹാക്കിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇല്ലാത്തതായിട്ട് ആരുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മളിവിടെ പഠിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ സംബന്ധിച്ച. വിശ്വസ്തനായ ദൈവം ഈ ജനനം മുതൽ നമ്മുടെ മേൽ അധികാരം ചുമത്തി നമ്മെ സ്വാധീനിക്കുന്ന ദുഷ്ടൻ്റെ ഈ സ്വാധീനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വിശ്വസ്തത ഒന്ന് മാത്രമാണ് നമ്മെ വിടുവിച്ചു കൊണ്ടുപോകുന്നത്. ഇല്ല എങ്കിൽ നാമും ഈ പറഞ്ഞ ദുഷ്ടൻ്റെ സന്തതിയോടുകൂടി, ഈ യൂദയെ പോലുള്ള മനുഷ്യരോടുകൂടി നമ്മളും പോയി പോകുമായിരുന്നു. കാരണം അവൻ്റെ അധികാരത്തിലാണ് നാം ആയിരിക്കുന്നത്. സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരവും ആയിരിക്കുന്നു. ദുഷ്ടൻ ലോകത്തെ സ്വാധീനിക്കുന്നു, ലോകം ശരീരത്തെ സ്വാധീനിക്കുന്നു, ശരീരം മുഖാന്തരം ശത്രു പ്രാണനെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ ഈ സ്വാധീനം സദാസമയം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ഈ സ്വാധീനത്താൽ എന്ന് പറഞ്ഞാൽ ശത്രു, പിശാച്, ലോകം, അതിനാൽ ശരീരത്തിൽ കൂടി മോഹമിട്ട് പ്രാണനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പ്രാണനെ മരിപ്പിച്ചിരുന്നൊരു കാലം. അപ്പൊ ദൈവത്തെ അറിയാത്ത എല്ലാവർക്കും അവരെ കൊല്ലുന്നൊരു മോഹം ഉണ്ടെന്നർത്ഥം. പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ വേണം നിങ്ങൾ ജീവിക്കാൻ. അപ്പോൾ സത്യദൈവത്തെ അറിയാതിരുന്നൊരു കാലത്ത് നമ്മളെ പാപമോചനം ഭവിച്ച് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മെ നടത്തിക്കൊണ്ടിരുന്നത് മോഹമാണ്, മലിനമോഹമാണ്. ആ മോഹം നമ്മുടെ പ്രാണനെ സ്വാധീനിച്ച് ആ മോഹത്തിന് വേണ്ടി ജീവിച്ചിരുന്നവരാ നാം. ഈ മോഹം ഒരിക്കലും തൃപ്തി വരാത്തതാണ്. ഈ മോഹത്തിൽ നടന്ന് ഈ മോഹം, നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ പഠിക്കുന്ന പോലെ, മോഹം മുഴുത്തിട്ട്
പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്ന് കർത്താവിന്റെ വചനത്തിലുള്ള പോലെ ഈ മോഹത്താൽ നടന്നു അവസാനം ഇതിൽ തന്നെ വെച്ച് മരിക്കും. മരിച്ച് ആ പ്രാണനുമായിട്ട് പാതാളത്തിലേക്ക് അവൻ പോകും. ഇതായിരുന്നു ശത്രുവിന്റെ ഉദ്ദേശം. ഏത്? ദൈവം കണ്ടിട്ടുള്ളവന്റെ തന്നെ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം പറയുകയാണ്, അതിനെഴുതിയിരിക്കുകയാണ്, വിശ്വസ്തനായ ദൈവം എന്ത് ചെയ്തെന്നറിയാം? വിശ്വസ്തനായ ദൈവം തൻ്റെ വിശ്വസ്തതയാൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ വണ്ണം നമ്മെ വിടുവിച്ചു. എങ്ങനെ വിടുവിച്ചു? തിത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. തിത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു ശിക്ഷ അനുഭവിക്കുമ്പോൾ, അയ്യോ ഒരു ശിക്ഷ മേൽ വരുമ്പോൾ പിറുപിറുക്കും, എതിര് ചിന്തിക്കും, സ്വന്തം ഗതിയെക്കുറിച്ച് അവരാതി പറയും, ദൈവത്തോട് എതിർക്കും. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ദൈവം വിശ്വസ്തനായതുകൊണ്ട് മാത്രം നമ്മൾ നിലനിൽക്കുന്നതാണ്. ഏറ്റവും ആദ്യം അതങ്ങ് സമ്മതിക്കണം. ദൈവം വിശ്വസ്തനല്ലായിരുന്നെങ്കിൽ, നമ്മളുടെ പെറുപെറുപ്പിനും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും നമ്മെ ഏൽപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ല. അതാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. ദൈവകൃപയാണ് ഉദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിക്കണം. നമുക്കില്ലാത്ത 2 കാര്യങ്ങളാണ്, നമുക്ക് വേണ്ട 2 കാര്യങ്ങളാണ്. ഭക്തി, ദൈവഭക്തിയും മോഹിക്കാത്ത ജീവിതവും. ദൈവഭക്തിയും മോഹിക്കാത്ത ജീവിതവും. ഈ 2ഉം ഉള്ളവൻ മാത്രമാണ്. ഇത് 2ഉം ആർക്കുണ്ടോ അവൻ ശത്രുവിന്റെ അധീനതയിലല്ല. ദൈവഭക്തി എന്ന് പറയുമ്പോൾ അതിന് ചില ഘട്ടങ്ങളുണ്ട്. വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, ഭക്തി. ഇന്ദ്രിയ ജയമില്ലാതെ ഭക്തി വരില്ല. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഗണ്യമാക്കാതെ ഇന്ദ്രിയങ്ങളോട് എതിർത്ത് നിന്ന്, ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ വചനം ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടത്തേക്കാൾ ഉപരിയായി നിവർത്തിക്കാൻ വരുമ്പോഴാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവന് മാത്രമേ ഭക്തിയുള്ളൂ, അല്ലാത്തതിന് ഭക്തിയില്ല. ഇന്ദ്രിയങ്ങൾ വഴി നിയന്ത്രിക്കപ്പെടുന്നവനെ സംബന്ധിച്ചാണ് വചനം പറയുന്നത്, മൃഗപ്രായൻ, സെൻട്രൽ, ജഡം നടത്തുന്നവൻ, പഞ്ചേന്ദ്രിയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് ജീവിക്കുന്നവൻ. അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഭക്തൻ എന്ന് പറയുമ്പോൾ അവൻ ഭക്തനായിരിക്കണം. രണ്ടാമത്തത് മോഹിക്കാത്തവനായിരിക്കണം. എന്ത്? ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും പ്രപഞ്ചമോഹം വർജിച്ച് ജീവിക്കണം. പിന്നെ നമ്മുടെ മോഹം എന്താ? എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകും. മോഹിക്കാൻ പാടില്ല. സൃഷ്ടിയായിട്ടുള്ളതിനൊന്നും മോഹിക്കാൻ പാടില്ല. പ്രപഞ്ച സൃഷ്ടി, പ്രപഞ്ചത്തിലുള്ളതിനെയും മോഹിക്കരുത്. അങ്ങനെ ആർക്കാ ജീവിതം ഉണ്ടാവും? മോഹം പാപമാണ്. പാപം ചെയ്യുന്നത് പിശാചാണ്. അതുകൊണ്ട് പിശാചാണ് മനുഷ്യനെ കൊണ്ട് മോഹിപ്പിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഏതെങ്കിലും തരത്തിലുള്ള മോഹത്തിന് അടിമപ്പെട്ട് അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. 90 വയസ്സായവരും അവനും ഉണ്ടാവും ഒരു മോഹം. അവസാനം ഇതെല്ലാം മായയാണ്, ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് അവൻ മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട്. സമയം വൈകിപ്പോവും. മോഹം ഇല്ലാതാകുന്നതും
ഇവിടെ നിന്ന് പോകുന്നതും ഏകദേശം ഒരേ സമയത്തായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഭക്തന്മാരെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിനെ അറിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഭാഗ്യകരമായ ദൈവകൃപ ഉദിച്ച ഈ കാലഘട്ടത്തിൽ ദൈവകൃപയാൽ നമ്മൾ ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയം മുതൽ നമ്മിലുള്ള ഭക്തികേട്, നമുക്കിൽ ഭക്തികേട് ഉണ്ടാക്കുന്നത് ലോകത്തിന് വേണ്ടി ജഡത്തിന് വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ മാറ്റിക്കൊണ്ടുവരും. പ്രപഞ്ചമോഹം കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരും. അതിന് ഈ കൃപ ഇത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഓർക്കണം, മഹാദേവ രക്ഷിതാവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കാൻ കാത്തുകൊണ്ട് ഭക്തികേടും, അതിൻ്റെ 12-ാം വാക്യം, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർന്നു. കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുക. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഭക്തികേട് വർജിക്കണം, പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണം, എന്നിട്ട് ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കണം. സുബോധം, നീതി, ദൈവഭക്തി, ഇത് മൂന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നാൽ പിന്നെ അവൻ്റെ മേൽ മുറുകെ പറ്റുന്ന പാപമൊന്നും സ്വാധീനിക്കില്ല. മാത്രമല്ല, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ദൈവം വിടുവിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ ഹൃദയം ഈ പഴയ പണ്ടുണ്ടായിരുന്ന മോഹത്തിലേക്ക് പോകും. അങ്ങനെ പോകരുത്. പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹത്തിലേക്ക് നിങ്ങൾ പോകരുത്. അതിൽ നിന്ന് ദൈവകൃപയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ശിക്ഷിച്ചാണ്. അങ്ങനെ ശിക്ഷിച്ച് കൊണ്ടുവന്ന് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വിട്ടതിന് ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കണം? നീതിയോടും ദൈവഭക്തിയോടും, പിന്നെ നീതിയോടും ഭക്തിയോടും സുബോധത്തോടും കൂടി ജീവിക്കണം. ഇങ്ങനെ ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം സൂക്ഷിക്കപ്പെടുന്നത്. ഇതുകൊണ്ടാണ് വചനം പറയുന്നത്, മകനെ, കർത്താവ് ബാലശിഷ്ട കഴിക്കുമ്പോൾ മുഷിയരുത്. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? ജഡപ്രകാരമുള്ള നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളെ ശിക്ഷിച്ചപ്പോൾ നിങ്ങൾ അനുസരിച്ചു. അവർ ശിക്ഷിച്ചത് കുറെ കാലം അതുപോലെ തങ്ങൾക്ക് തോന്നിയതുപോലെയാണ്. എന്നാൽ നമ്മുടെ ദൈവം നമ്മൾ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവൻ്റെ മഹത്വം പ്രാപിപ്പാനാണ്. അവൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് നമ്മെ ശിക്ഷിക്കുന്നത്. ശിക്ഷിക്കുമ്പോൾ എന്തൊക്കെ പോകണം? ഭക്തികേട് പോകണം, പ്രപഞ്ചമോഹം പോകണം. അതിനുശേഷം എന്ത് വേണം? സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനമായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു. എത്ര പേര് വരുന്നുണ്ട്? എത്ര പേര് ഈ ലോകത്തിലായിരിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് ഇന്നും ദൈവകൃപ ശാസിച്ചും ശിക്ഷിച്ചും ഉപദേശിച്ചും നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കൂട്ടം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാത്തതുകൊണ്ട് അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇന്നും അവൻ്റെ വിശ്വസ്തതയാണ് നമ്മെ ഈ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് നടക്കുന്നത്. ഓർത്തുകൊള്ളണം, ദുഷ്ടൻ എന്ത് ചെയ്യുന്നു? ദുഷ്ടൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതുവഴി ലോകത്തിൻ്റെ ഭാഗമായ വീണ്ടെടുപ്പ് കഴിയാത്ത ശരീരത്തെ സ്വാധീനിക്കുന്നു. ശരീരത്തിൽ കൂടി കർത്താവ് വീണ്ടെടുത്ത പ്രാണനെ സ്വാധീനിക്കുന്നു. അങ്ങനെ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് പ്രപഞ്ചമോഹം. അങ്ങനെ പ്രപഞ്ചമോഹത്തിലേക്ക് തൻ്റെ ഭക്തൻ പോകുമ്പോൾ കൃപ ശിക്ഷിക്കും. ഭക്തികേടിലേക്കും പ്രപഞ്ചമോഹത്തിലേക്കും പോകുമ്പോൾ കൃപ ശിക്ഷിക്കുമ്പോൾ അത് വിടും, വീണ്ടും മോഹിക്കും, വീണ്ടും ശിക്ഷിക്കും. അങ്ങനെ ശിക്ഷിച്ച് ന്യായവിധി ജയത്തോളം നടത്തും. ഒരു ദിവസം ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ, ഈ ചവരം നെണ്ണി കർത്താവിലേക്ക് തിരിയും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തുയേശുവിനെ അല്ലാതെ
മറ്റൊന്നും അറിയാത്തവനായി ഈ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് മറ്റൊന്നും വേണ്ട, ക്രിസ്തുവിനെ മാത്രം മതി. ആരുടെ പ്രവൃത്തി? ആരുടെ പ്രവൃത്തി? ജീവനുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ പ്രവൃത്തി. ദൈവം വിശ്വസ്തനായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ രക്ഷ. കാരണം അവൻ്റെ അധികാരത്തിൽ, അവൻ്റെ ഭാഗമായി, അവൻ്റെ സ്വാധീനത്തിൽ ജീവിച്ചിരുന്ന നമ്മെ അവൻ്റെ നമ്മിലുള്ള സ്വാധീനങ്ങളായ പ്രപഞ്ചമോഹവും ഭക്തികേടും ശിക്ഷിച്ച് നമ്മിൽ നിന്ന് അകറ്റി സുബോധത്തോടുകൂടി ജീവിക്കാൻ കൃപ നൽകി. നീതിയോടെ ജീവിക്കാൻ കൃപ നൽകി. ദൈവഭക്തിയോടെ ജീവിപ്പാൻ കൃപ നൽകി. ഇന്ന് നാം ശത്രുവിൻ്റെ അടിമത്തത്തിലല്ല. ഇന്ന് ശത്രുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിട്ടുമാറി പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ്റെ അധികാരത്തിൽ നാം ജീവിക്കുന്നു. ഒക്കെയും ആധാരം വിശ്വസ്തനായ ദൈവം നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മൾ ചെയ്തിരുന്നെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിനൊത്തോണം നമ്മൾ ചെയ്തിരുന്നെങ്കിൽ, നമ്മൾ ദുഷ്ടൻ്റെ കൈകളിൽ അകപ്പെട്ടു പോകുമായിരുന്നു. ആ വിശ്വസ്തനായ ദൈവമാണ് ഇന്ന് ദുഷ്ടൻ്റെ കയ്യിൽ നമ്മൾ അകപ്പെട്ടു പോകാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് വഴി നടത്തി ദൈവത്തിൻ്റെ മക്കളാക്കി സുബോധം, നീതി, ദൈവഭക്തി എന്നിവയാൽ നമ്മെ പുതിയ സൃഷ്ടിയാക്കി നടത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.